ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വേല കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഉള്ള ഒരു അമ്പലത്തിലുള്ള ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ തലേ ദിവസം അവിടെ വേലയാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് നമ്മുടെ തറയും പൂതും തെയ്യവും അങ്ങനെ കൊട്ടും കാര്യങ്ങളൊക്കെയാണ് ഇന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ ആനപ്പൂരമൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാ പോകുമ്പോൾ തന്നെ അവരിതാ കാവടിയാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ വന്നിട്ടുള്ള അമ്പലമാണ് കേട്ടോ. നമ്മൾ മകരച്ചൊവ്വയുടെ അന്ന് കലം കരിക്കുക, കലം മയക്കുക എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതിന് വന്നിട്ടുണ്ടായിരുന്ന അമ്പലമാണ്. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് ചാനലിൽ പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് കുറച്ച് കച്ചവടക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാണാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് സമയം കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നാത്ത കാരണം നമ്മൾ കുറച്ച് നേരത്തെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് പാടത്തേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പാടാണ് കേട്ടോ. അമ്പലത്തിൻ്റെ താഴ്ഭാഗം ഇതൊരു പാടാണ്. അപ്പോൾ ഇവിടെ കൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഈ ഒരു തൊട്ടടുത്ത് കാണുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിലാണ് നമുക്ക് ഇനി കൂത്ത് നടക്കുക കേട്ടോ. ഈ ഒരു ഉത്സവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടെ കൂത്ത് നടക്കും. ഈ ഒരു എന്താ പറയുക, കൂത്തൊക്കെ ഉണ്ടല്ലോ നിഴലിലേക്ക് കാണിക്കുന്ന സംഭവം അതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആരും വരാത്ത സ്ഥിതിക്ക് തന്നെ നമ്മൾ നമ്മുടെ പണി തുടങ്ങുകയാണ്. മെയിനായിട്ട് നമ്മൾ പൂരത്തിനൊക്കെ പോണത് ഈ ഒരു സംഭവത്തിനാണ്. ഐസ്ക്രീം കഴിക്കുക, അതുപോലെ ഇതൊക്കെ കഴിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ തിരക്ക് വരുന്നതിന് മുന്നായിട്ട് നമുക്കിത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കായബജിയൊക്കെ വാങ്ങിയിട്ട് കഴിക്കുകയാണേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പിണങ്ങിയതാണ് കേട്ടോ. അവൾ ഇവിടെ വന്നപ്പോൾ അവൾക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും അവൾക്ക് വേണ്ട. അപ്പോൾ വാങ്ങിച്ച് കൊടുക്കാം, ഇത് കഴിക്കുന്നുണ്ടോ അവൾ സമ്മതിക്കണില്ല കേട്ടോ. അപ്പോൾ അവൾ മിന്നിട്ടിരിക്കുകയാണേ. ടാപ്പല് പോയിട്ട് മേടിച്ചോളൂ അല്ലേ. അങ്ങനെ ലച്ചു കായബജിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളും ഇതൊരു സേമിയ ഐസ് ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ട് ഞാനും ശ്രീകുട്ടനും എല്ലാവരും കൂടി 50 അടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങി കഴിക്കുകയാണ്. പിന്നെ ചേട്ടനൊരു ഫോൺ വന്ന് വരുമ്പോഴേക്കും സംഭവം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ പാപ്പൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തൊട്ട് ഫ്രണ്ടിൽ അവരെ കടയാണ് കേട്ടോ. അതിൻ്റെ ബാക്കിലാണ് ആ ഒരു വീടുള്ളത്. അപ്പോൾ അവിടെ തന്നെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് തെയ്യവും കാവടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും പൂരപ്പറമ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കും അവിടെ കുറേ ആൾക്കാരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പൂരത്തിൻ്റെ മാത്രം വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇതാ പൂരപ്പറമ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് പോന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു പാടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സന്തോഷമായ അങ്ങനെ നമ്മളിതാ കുറേ നേരം അവിടുത്തെ കാവടിയും തെയ്യവും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ പുതിയ രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ
മുന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലച്ചുവിന് കളി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അവൾക്കൊരു ഡ്രോയിങ്ങിൻ്റെ ബുക്കാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടന് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു വെള്ളക്കടല പുഴുങ്ങിയിട്ട് അതിൽ പച്ചക്കറി കെട്ടുന്ന സംഭവമില്ലേ, അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അവന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലച്ചും ഇതുപോലുള്ള സാധനങ്ങൾ അങ്ങനെ കഴിക്കാറൊന്നുമില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു സാധനം കഴിക്കാനായിട്ട്. കഴിച്ച് നോക്കണം എന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒരു തൃപ്തി ഉണ്ടായിരുന്നില്ല, കാരണം അവർ കഴുകാണ്ടൊക്കെയാവും ചിലപ്പോൾ ഉണ്ടാക്കണത്. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് നോക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ നമ്മുടെ പൂരത്തിൻ്റെ ഒരു വാട്ടായി ഇതിന്നേട്ടെ ഉള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് കുറച്ച് കായബജിയും കോളിഫ്ലവറൊക്കെ വാങ്ങി, പിന്നെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളും വാങ്ങിയിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോകണം കേട്ടോ. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മാംഗോ ബൈറ്റാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്ന് തണുക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങി, പിന്നെ കോണ്ടോപ്പും അതുപോലെ തന്നെ ലച്ചുവിനെ മറ്റേ സൺഡേ മൺഡേ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ, അതൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അച്ഛനും അമ്മയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ബജ്ജിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് കോളിഫ്ലവർ. അപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ മുന്നേ പറഞ്ഞ പോലെ പൂരത്തിൻ്റെ അന്നത്തെ ഒരു ഈറ്റിൻ്റെ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഇനിയും പൂരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൂരം കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.